രേഖപ്പെടുത്തണോടെ ഈ വരുന്ന ഏപ്രിലിൽ വൈപ്പിനിൽ മത്സരിക്കേണ്ടത് അപ്പാപ്പന്മാരാണോ അല്ലെങ്കിൽ യുവാക്കളാണോ? ഗൈസ്, നിങ്ങൾ അറിഞ്ഞായിരുന്ന നമ്മുടെ വൈപ്പിൻ ഒരു നുഴഞ്ഞുകയറ്റ ഭീഷണിയിലാണ്. അറിഞ്ഞല്ലേ? ഞാനൊരു ന്യൂസ് കണ്ട്, അതായത് ഒരു അപ്പാപ്പൻ്റെ ഒരു ഇൻ്റർവ്യൂ കേട്ടോ. അപ്പോൾ പുള്ളി പറയുവാണ്, പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് വൈപ്പിന്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആലോചിക്കുമായിരുന്നേ, യുവാക്കളൊന്നുമില്ല ഇവിടെ. പിന്നെ വേറൊരു അപ്പാപ്പനും വേറൊരു പാർട്ടിയിലാണ് കച്ച കെട്ടിയിരിക്കുക എന്നാണ് പറയുന്നത് ഇങ്ങോട്ട് വരാനായിട്ട്. ഇതെന്താ വൈപ്പിൽ ചോദിക്കാനും പറയാനില്ല. എൻ്റെ മെയിൻ സംശയം ഇതാണ്ട. അപ്പോൾ എനിക്ക് മുഖ്യധാര പാർട്ടികളോടും അല്ലെങ്കിൽ എന്താ പറയുക പ്രസ്ഥാനങ്ങളോടൊക്കെ പറയാനുള്ളത്, വൈപ്പിൽ എന്തോരം യുവാക്കളുണ്ട് നിങ്ങളുടെ കൊടി കെട്ടാനും ജയ് വിളിക്കാനും തല്ലുള്ളാനൊക്കെ ആയിട്ട് പാർട്ടിയുടെ പരിപാടിക്ക് വേണം. അപ്പോൾ ആരെങ്കിലും ഒരാൾ നിർത്തുന്നേ ഈ പറയുന്ന അപ്പന്മാരൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ പാർട്ടിയുടെ ഒരു ബുദ്ധിജീവിയായിട്ട് വെക്കുക അവരെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം അവർക്ക് കൊച്ചുമക്കളൊക്കെ ഉണ്ടാവില്ല, കളിപ്പിച്ചിരിക്കട്ടെ. ഞാൻ പറയുന്ന വൈപ്പിൻ്റെ പൾസ് അറിയുന്നൊരു നേതാവ് അല്ലെങ്കിൽ വൈപ്പിങ്ങരക്കാണെങ്കിൽ ഒരു നേതാവ് വരട്ടെ. അല്ലാണ്ട് ഈ കണ്ട കൊയിലാണ്ടിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കൊണ്ട് ആൾക്കാരെ നിർത്തുന്നത് എന്തിനാണ്? അപ്പോൾ ഈ പറയുന്ന ഏപ്രിലാണ് ഇലക്ഷൻ വരാൻ വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറ. കാരണം എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, നമ്മുടെ വൈപ്പിങ്ങരക്കാരൻ ഒരാൾ നിൽക്കട്ടെ, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇവിടുത്തെ ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് യുവാക്കൾക്ക് എന്തോരം പ്രാധാന്യം ഉണ്ടെന്ന് ഓരോ പാർട്ടിയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വേളയിലാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. ഈ വരുന്ന ഏപ്രിലിൽ വൈപ്പിനിൽ മത്സരിക്കേണ്ടത് അപ്പാപ്പന്മാരാണോ അല്ലെങ്കിൽ യുവാക്കളാണോ? ഞാനൊരു ഡിബേറ്റിനുള്ള ഒരു ആശയം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ചുമ്മാ ഒന്ന് കമൻറ്റായിട്ട് കാണിക്കാനാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എടുത്ത് പറയുവാണെങ്കിൽ നമുക്കൊരു കടലുണ്ട്. പിന്നെ പറയാമല്ലോ, മെയ് തൊട്ട് സെപ്റ്റംബർ വരെയും പ്രശ്നമായിരിക്കും. വെള്ളം കയറുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, ഇത്രയും കാലമായിട്ട് ഇതൊന്നും പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ തേങ്ങയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഞാൻ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ വരട്ടെ. എൻ്റെ ഒരു അഭിപ്രായം കൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കുറേ കാര്യങ്ങളുണ്ട് വൈപ്പിൽ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇതൊരു അവസരമായിട്ട് കാണണം. വൈപ്പിൻ ജനത കാണണം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ നിർത്താനായിട്ട്.